Hi dears, Nishi's kitchenലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ഗ്രീൻ പീസും കൂടെ വേവിച്ചെടുക്കണം. ഇത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താണ്. ഇത് വേവിച്ചുടക്കുന്നതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയത്. ഇത് അടുപ്പത്തൊരു കുക്കറിലേക്ക് ഇടാം. ഇതിന്റെ കൂടെ ഗ്രീൻ പീസും കൂടെ ഇടാം. ഇത് ഫ്രഷ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ കുറച്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിന്റെ ഒരു 1/4 ഭാഗം ലെവലിന് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കത്തിച്ച് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് 1-2 വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പോൾ തുറക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഇപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ചെടുക്കാം. നല്ലോണം ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെണ്ണ ചേർക്കാം. വെണ്ണ ഉരുകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് ഫ്രൈ ചെയ്യാം. ജീരകം ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് 2 സവാള വളരെ ചെറുതായി മുറിച്ചത്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക് മുറിച്ചത് ഇതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് വഴറ്റാം. തക്കാളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിന്റെ പകുതി ചേർത്താൽ മതി. 1 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി, ഇത് കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. 1/2 ടീസ്പൂൺ പാവ് ഭാജി മസാല, ഇതിന്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഇളക്കി വഴറ്റാം. പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ഉപ്പ് മാത്രം നോക്കിയിട്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാപ്സിക്കം ചേർക്കാം. ഇത് ഒരു ഇടത്തരം വലിപ്പമുള്ള കാപ്സിക്കത്തിന്റെ പകുതി എടുത്ത് ചെറുതായി മുറിച്ചാണ്. ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഉടഞ്ഞിട്ടുണ്ടാവും ഏകദേശം, ഉടയാതെ ഉണ്ടെങ്കിൽ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള മസാലയാണ്. ഇപ്പൊ കുറച്ച് വെള്ളം കുറവുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കട്ടി വേണ്ട നോക്കിയിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഞാനിപ്പം ഇത്ര കട്ടിക്കുള്ള മസാലയാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റെസ്റ്റോറൻറ്റിലെല്ലാം നല്ല കളർ കാണുന്നത് ഫുഡ് കളർ ചേർക്കുന്നതാണ്. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് അത്ര കളറില്ലാത്തത്. ഇനി
പാവ് ബജീന്റെ ബണ്ണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്തൊരു പാത്രം വെച്ച് തീ കത്തിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെണ്ണ ഒഴിക്കാം. വെണ്ണ ഉരുകുന്നുണ്ട്. വെണ്ണ ഉരുകുമ്പം ഇതിലേക്ക് ബണ്ണ് ഇട്ട് ഫ്രൈ ചെയ്യാം. അതിനത് നടുക്കി ഒന്ന് മുറിക്കാം. മുറിച്ച ബണ്ണ് ഇവിടെ വെച്ച് ഫ്രൈ ചെയ്യാം. ഇതിന്റെ മേളിൽ ലേശം വെണ്ണ വട്ടി കൊടുക്കാം. ഇത് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. രണ്ട് സൈഡും ഫ്രൈ ആകുമ്പോൾ എടുത്തു മാറ്റാം. എടുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം. നടുക്ക് ലേശം വെണ്ണ ഇട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റില് പാവ് ഭാജി റെഡിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.